പല ആളുകളും സാധാ കോളിനെക്കാട്ടിലും ഇപ്പോഴും വാട്സപ്പ് കോളുകൾ ഇപ്പോൾ അധികമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പ് തന്നെ സെക്യൂരിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്ന 2 സെറ്റിങ്സ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ എനേബിൾ ആക്കണമെന്ന് പറഞ്ഞിട്ടുള്ള 2 സെറ്റിങ്സ് ഉണ്ട്. അതേതൊക്കെയാണ്? പല ആളുകളുടെയും കോളുകളൊക്കെ ചോരാനുള്ള കാരണം ആ സെറ്റിങ്സുകൾ എനേബിൾ ആക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഏതാണ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 3 ഡോട്ട്. ഈ 3 ഡോട്ട് അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻ ചെയ്ത വാട്സപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ബട്ടൺ ആയിരിക്കും ഇവിടെ കാണിക്കുക. ഇവിടെ 3 ഡോട്ടുള്ളവർ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ്. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ പ്രൈവസി എന്ന് പറഞ്ഞ ഈ രണ്ടാമത് കിടക്കുന്ന ഓപ്ഷൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും കോൾസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. ഈ കോൾസിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ചിലപ്പോൾ ഡിസേബിൾ ആയിരിക്കും. ഞാൻ കോണ്ടാക്റ്റ് അല്ല, ഇവിടെ കോൾസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും. ഇത് ഡിസേബിൾ ആണെങ്കിൽ ഇത് എനേബിൾ ആക്കി കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം, അതായത് നിങ്ങൾ മീറ്റിങ്ങിലോ എന്തെങ്കിലും പരിപാടിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ നമ്പർ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നും ആര് കോൾ ചെയ്താലും അത് ഓട്ടോമാറ്റിക് സൈലൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. അതുകൊണ്ട് ഈ സെറ്റിങ്സ് നിങ്ങൾ എനേബിൾ ആക്കി വെക്കുക. പിന്നീട് ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ താഴോട്ടേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും പ്രൊട്ടക്റ്റ് IP അഡ്രസ്സിങ് കോൾസ്. പല ആളുകളുടെയും നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ കോൾസ് ചോരാനുള്ള കാരണം ഇത്തരത്തിലുള്ള IP അഡ്രസ്സ് നിങ്ങൾ എനേബിൾ ആക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ വാട്സപ്പ് തന്നെ പറഞ്ഞ ഓപ്ഷൻ ആയതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടെ പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കോൾസ് പറഞ്ഞ ഈ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. ഉപകാരപ്പെട്ട തീർച്ചയായും നല്ലൊരു കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്.